കളിക്കാം എന്ന് തെളിയിച്ചിട്ടുള്ളവരാണ് കുട്ടനാട്ടുകാർ. ഈ ജലമാമാങ്കം കുട്ടനാടുകാരെ സംബന്ധിച്ചതും കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ ഉത്സവം തന്നെയാണ്. വിഭജിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്, അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. സാധാരണയായി ഇന്റർവെൽ സമയത്താണ് ഇത് കാണിക്കുന്നത്. പക്ഷേ വള്ളംകളിക്ക് മുന്നോടിയായി കലാ സാംസ്കാരിക സമ്മേളനങ്ങളും മറ്റ് ഘോഷയാത്രയും ഒക്കെ കരയിൽ നടക്കാം. വള്ളത്തിലും ഒക്കെയായിട്ട്, വള്ളത്തിലും വെള്ളത്തിലും കരയിലും ഒക്കെയായിട്ട് മലയാളികൾ ഓണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി 30-ലധികം അല്ലെങ്കിൽ ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 30-ലധികം വള്ളംകളികളാണ് ആലപ്പുഴയിൽ കേരളത്തിൽ നടക്കുന്നത്. മുമ്പൊക്കെ ഇടവേളകൾ ഇവിടെ നടത്താറുണ്ടായിരുന്നു, പ്രകടനങ്ങളും ഇവിടെ നടത്താറുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അത് 1-2 വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇല്ല. വഞ്ചിപ്പാട്ടും വള്ളംകളിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ചെമ്പശ്ശേരി നാരായണന്മാരും കൊടുപ്പുന്ന നാരായണാശയുടെയും പങ്ക് എടുത്തു പറയേണ്ടത് തന്നെ. എന്നാൽ വള്ളംകളിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊന്നുണ്ട്, വഞ്ചിപ്പാട്ട് തന്നെ. വള്ളംകളിയുടെ പൂർണ്ണത വെളിവാക്കുന്ന ഈ പാട്ടിന് പിന്നിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവും രാമപുരത്ത് വാര്യരുമാണ്. മീനച്ചിൽ താലൂക്കുകളിലെ രാമപുരത്തെ ഒരു ദരിദ്ര കുടുംബാംഗമായ വന്നപ്പോൾ വാര്യർ ദാരിദ്ര്യം മൂലം ജീവിക്കാനാകാതെ വന്നപ്പോൾ വാര്യർ സ്വദേശത്ത് നിന്നും വൈക്കത്തേക്ക് മാറി താമസിച്ചു. തന്റെ ദാരിദ്ര്യവും അവസാനിക്കാൻ വൈക്കത്തപ്പന്റെ മുന്നിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് സദ്യ ഉണ്ടായിരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് സദ്യ ഉണ്ടായിരുന്നത്. ഇത് ഭക്ഷിച്ചാണ് വാര്യർ കഴിഞ്ഞുകൊടുത്തത്. എന്നാൽ വാര്യർ ഭജനകാലം കൂടിയ ദിവസം ഭജനകാലം കൂടിയ ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അമ്പല സന്ദർശനത്തിലെത്തി വാര്യർ രാജസ്തുതി ശ്ലോകങ്ങളിൽ മടക്കയാത്രയിൽ കയ്യിൽ എത്തിച്ചു. മഹാരാജാവിന്റെ തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്രയിൽ വാര്യരെയും കൂട്ടി അലങ്കരിച്ച ജലവാഹനത്തിലായിരുന്നു യാത്ര. വള്ളം കഴിഞ്ഞപ്പോൾ ഒരു വഞ്ചിപ്പാട്ടുണ്ടാക്കി പാടാൻ രാജാവ് വാര്യരോട് കൽപ്പിച്ചു. തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുചേലവൃത്തം തന്നെ ഇതിവൃത്തമാക്കി വാര്യർ വഞ്ചിപ്പാട്ട് പാടി. വഞ്ചിപ്പാട്ട് ഇന്ന് വള്ളംകളിയുടെ അവിഭാജ്യ ഘടകമായി മാറി. പുന്നമടയിലും പരിസര പ്രദേശങ്ങളിലും കാണുന്ന ഒരു ദൃശ്യമാണ് ഹൗസ് ബോട്ടുകൾ. പണ്ടത്തെ കേവ് വള്ളങ്ങളാണ് ഇന്ന് പല ഹൗസ് ബോട്ടുകളുമായി രൂപം പ്രാപിച്ചിരിക്കുന്നത്. ഈ ഹൗസ് ബോട്ടുകളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ സൗകര്യം തന്നെ ഇപ്പോൾ ഹൗസ് ബോട്ടുകളുണ്ട്. കോൺഫറൻസ് ഹാളുകൾ, അതുപോലെ തന്നെ കിച്ചൺ എന്നീ സംവിധാനങ്ങളും ഇന്ന് പുന്നമടയിലും പരിസര പ്രദേശത്തിലുമുള്ള ഹൗസ് ബോട്ടുകളുണ്ട്. നിരവധി ഹൗസ് ബോട്ടുകളിൽ വിദേശികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ആലപ്പുഴയിലും പുന്നമടയിലും കൂടെ യാത്ര നടത്തുന്നത്. ഈ ഹൗസ് ബോട്ടിലുള്ള യാത്ര എന്നും എല്ലാവർക്കും ഹരമാണ്. വളരെയധികം പണം ചിലവാക്കി കോൺഫറൻസ് ഹാളും ഒക്കെ ഉള്ള ഈ ഹൗസ് ബോട്ടുകളിൽ ചിലത് ഹണിമൂൺ ബോട്ടുകളായും ആളുകൾ ഉപയോഗിക്കുന്നു. വള്ളവും വെള്ളവും തമ്മിലുള്ള അവിഭാജ്യ ബന്ധമാണ് ഈ ഹൗസ് ബോട്ടുകളിലൂടെ ഒക്കെ കിടക്കുന്നത്. ഇന്ന് ആലപ്പുഴയുടെ അല്ലെ കേരളത്തിന്റെ ഭാവി തന്നെ ടൂറിസം മേഖലയിലാണ്. ലോക മാപ്പിൽ അല്ലെങ്കിൽ ടൂറിസം സ്ഥാനം നേടിക്കൊടുക്കുന്ന ആലപ്പുഴയ്ക്കും ഒരു സ്ഥാനം നേടിക്കൊടുക്കുന്നതിൽ നെഹ്റു ട്രോഫി വള്ളംകളി വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം.
വള്ളംകളി സീസൺ ആയി കഴിഞ്ഞാൽ ഹൗസ് ബോട്ടുകളിലും റിസോർട്ടുകളിലും ഒക്കെ വൻ തിരക്കാണ് ആലപ്പുഴയിൽ കാണുന്നത്. വള്ളംകളി പ്രേമികൾ കരക്കാർ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തങ്ങളുടെ കരക്കാരെയും വള്ളങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയും പതിവാണ്. ജയിക്കണം എന്നുള്ളത് തന്റെ വള്ളം ജയിക്കണം എന്നുള്ളത് ഓരോ കുട്ടനാട്ടുകാരന്റെയും വലിയ ആഗ്രഹം. വള്ളങ്ങൾക്കും വള്ളങ്ങളുടെ സ്പോൺസർമാർ വന്ന് അതുകൊണ്ട് തന്നെ വള്ളങ്ങൾക്കും വള്ളംകളികൾക്കും ഒക്കെ കുറേയൊക്കെ പുരോഗതി വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ബന്ധം നാട്ടുകാർക്ക് വള്ളംകളിയോട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. മുമ്പൊക്കെ വള്ളംകളി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ തുഴച്ചിൽക്കാർക്ക് തന്നെ കിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് കപ്പടിക്കുന്ന വള്ളത്തിന് സർക്കാർ നൽകുന്ന 2 ലക്ഷം രൂപ ഉൾപ്പെടെ ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. പങ്കെടുക്കുന്നത്രമല്ല ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ സമ്മാനങ്ങളും പണവും ഒക്കെ നൽകുന്ന സംവിധാനവും ഇന്നുണ്ടായിട്ടുണ്ട്. ിലൂടെ ഒരു ജലനൗക പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. വള്ളം തുഴച്ചിലുകൾ നെയ്ക്കരുത്തും മനസാന്നിധ്യവും ഒക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ടീം സ്പോർട്സ് എന്ന് ഏറ്റവും വലിയ ടീം സ്പോർട്സ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് പുന്നമടയിൽ നടക്കുന്ന ജലമേള. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമാമാങ്കമാണ്. ഇത്രയധികം ടീമംഗങ്ങൾ ഒരേ ടീമിൽ ഒരേ മനസ്സോടുകൂടി പങ്കെടുക്കുന്ന വേറൊരു മേള ലോകത്തിലെങ്ങുമില്ല. അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന്റെ പര്യായം കൂടിയാണ് ജലമേളകൾ. നമുക്കറിയാം, പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് പോലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒത്തൊരുമയോടുകൂടി പങ്കെടുത്തതാണ് വള്ളംകളികൾ. 1952 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിച്ചപ്പോൾ ആലപ്പുഴയിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇവിടെ നടക്കുന്ന വള്ളംകളി. പണ്ടത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ആയിരുന്നു. പിൽക്കാലത്ത് നെഹ്റുവിന്റെ സ്മരണയ്ക്കായി നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ദൂരദർശൻ ഈ നെഹ്റു വള്ളംകളിയുടെ തത്സമയ സംപ്രേഷണം നടത്തുന്നു. കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ 67 രാഷ്ട്രങ്ങളിലാണ് ലൈവ് ടെലികാസ്റ്റ് ദൂരദർശൻ നടത്തുന്നത്. ഏതാണ്ട് 5 ലക്ഷത്തോളം കാണികൾ പുന്നമടയിലും പരിസരത്തും എത്തുന്നു. അനേക ലക്ഷങ്ങൾ തങ്ങളുടെ സ്വീകരണ മുറിയിലിരുന്ന് ദൂരദർശന്റെ സഹായത്തോടുകൂടി ഈ വലിയ ജലമാമാങ്കം, ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ വാട്ടർ, വീക്ഷിക്കുന്നതായിട്ടാണ് കണക്ക്. ഓരോ വർഷവും ഈ സൗകര്യങ്ങൾ കൂടിക്കൂടി വരുന്നു. സംപ്രേഷണത്തിന്റെ മികവുള്ളതും എടുത്തു പറയത്തക്ക ഒരു സംഗതിയാണ്. ജലമേളകളിൽ ഈ ദൃശ്യ ആവിഷ്കാരങ്ങളും പതിവാണ്. തെയ്യം, തിറ, കഥകളി, കൂത്ത്, കോൽക്കളി എന്നിവയൊക്കെ ഈ നൗകകളിൽ അല്ലെ വഞ്ചികളിൽ പുന്നമടയുടെ വിരിമാറിലൂടെ കാട്ടുന്നതും ഒരു പതിവാണ്. ഇത് വിദേശീയരെയും സ്വദേശീയരെയും ഒക്കെ വളരെയധികം ആകർഷിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാ ഒരു ഇടവേളയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം മന്ത്രി ശ്രീ ഗുലാം നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ ഗുലാം